ഇന്ന് രാവിലെ മോർണിംഗ് സൂമിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്ക് ഇന്ന് ഈ ഒരു മേഖലയിൽ നമുക്ക് ഏറ്റവും നമ്മുടെയൊക്കെ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ KPCയുടെ പ്രൗഢാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡോക്ടർ സുമേഷ് സാറാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും നമ്മളുടെ മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത്, അതുപോലെ വീഡിയോ ഓണായിട്ട് ഇരിക്കുന്നവർ അതിൻ്റെതായ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട്, ഒന്ന് വിളിച്ചാണെങ്കിലും നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുക. കാരണം വിലപ്പെട്ട അറിവുകളാണ് നമ്മുടെ ഡോക്ടർ സാറിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ടും അതുപോലെ സ്വാഗതം ചെയ്തുകൊണ്ടും തന്നെ നമ്മുടെ ഡോക്ടർ സാറിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മോർണിംഗ് ഓൾ. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം, നല്ലൊരു ബുധനാഴ്ച ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂനുസ് ഭായ് വിളിച്ചിട്ട് ഡോക്ടർ ഒരു ക്ലാസ് വേണം എന്ന് പറഞ്ഞപ്പോ ചൊവ്വാഴ്ചയായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്നലെ എനിക്ക് ചില അസൗകര്യങ്ങൾ കാരണം പറ്റിയില്ല. കാരണം ഇന്നലെ സാധാരണ ക്ലിനിക്കിലേക്ക് കുറച്ച് നേരത്തെ പോവേണ്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ആണ് ഇന്നത്തേക്ക് മാറ്റിയത്. അതിനുശേഷം പിന്നെ ടോപ്പിക്ക് എന്ത് ആവണം എന്നുള്ളതിന് ഞാൻ കുറച്ചൊന്ന് ആലോചിച്ച ശേഷം നമുക്ക്, കാരണം കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് നമ്മൾ മാർക്കറ്റിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇത് ഒരു പ്യുവർലി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മെഡിക്കൽ വിഷയം തന്നെ ആവാം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. നിങ്ങൾ ടോപ്പിക്ക് കണ്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വണ്ടർ അടിച്ചിട്ടുണ്ടാവും. ഹൗ ടു ലിവ് 150 years, 150 വർഷം എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ചെറിയൊരു ചേഞ്ചസും കൂടി ഉണ്ട്. 150 വർഷം നമ്മൾ എങ്ങനെ ബയോമാഗ്നറ്റിസത്തിന്റെ ഹെൽപ്പോട് കൂടി ജീവിക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു ഷോർട്ട് വീഡിയോക്കകത്ത് ഒരു വാക്ക് ഞാൻ ഇപ്പോ സാർ നമ്മളോട് പറയുന്നതായിട്ട് ശ്രദ്ധിച്ചു. അതായത് 100 വർഷം 150 വർഷം ജീവിക്കേണ്ട മനുഷ്യ ശരീരം എന്തുകൊണ്ട് 60 വയസ്സിലോ 65 വയസ്സിലോ അല്ലെങ്കിൽ അതിലും ചെറിയ വയസ്സിലോ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ ഏതായാലും ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ ലീവ് ലോങ് ലിവ് വെൽ. ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും കഥയിലേക്ക് കിടക്കാം. അതായത് ഒരു ഗുരുവിന്റെ അടുത്ത്, വളരെ പഴയ കാലാണ്, ഗുരുവിന്റെ അടുത്ത് കുറെ ശിഷ്യന്മാര് വിദ്യ അഭ്യസിക്കാനായിട്ട് പോകുന്നു. അപ്പം ഗുരു എന്നും പറയും, നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനായിട്ട് അതിതീവ്രമായിട്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം വേണം. നമ്മൾ അങ്ങേയറ്റം അദമ്യമായിട്ട് ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ശിഷ്യന്മാരെല്ലാം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നും ഒരു ശിഷ്യൻ മാത്രം വന്നിട്ട് ഗുരുവിനോട് പറയും, ഗുരു, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, എന്താണ് കാരണം? ഒരു 2-3 പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോഴത്തേനും ഗുരു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൻ അവിടുന്ന് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു 4ാമത്തെ തവണ വന്നപ്പോ ഗുരു അവനോട് ഒന്നും മിണ്ടാതെ അവനെ ഒരു കുളത്തിന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരു ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശിഷ്യനോട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യനാകെ ഒരു വണ്ടറായി, എന്താ ഇത്, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഗുരു എൻ്റെ അടുത്ത് ഒരു ആൻസറും പറയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാനല്ലേ പറയുന്നത്, എന്താണ്? എന്തായാലും വരട്ടെ, ഗുരു അല്ലേ വിളിക്കുന്ന വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. ശിഷ്യൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഉടൻ തന്നെ ഗുരു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവന്റെ തല പിടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുക്കി പിടിച്ച് ഒരു 2-3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇവൻ ആകെ, നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ നമ്മുടെ ശ്വാസം മുട്ടും. അവൻ പെട്ടെന്ന് തന്നെ കുതറി വെള്ളത്തിന് പുറത്തേക്ക് വരാനായി ശ്രമിച്ചു. ഗുരു ഒട്ടും വിട്ടില്ല. അവസാനം ഏകദേശം ഗുരുവിന് മനസ്സിലായി, ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ ആള് മരണം സംഭവിക്കുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഉടൻ തന്നെ ഗുരു ഇവനെ വെള്ളത്തിൽ നിന്ന് തല വെളിയിലേക്ക് എടുത്തു.
നമുക്കറിയാം ആ ഒരു വെപ്രാളം നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും ആ അവസ്ഥ എന്നുള്ളത്. അപ്പോ ഗുരു ചോദിച്ചു, എന്തായിരുന്നു നിന്റെ അവസ്ഥ? നീ വെള്ളത്തിലേക്ക് തല ഞാൻ മുക്കി പിടിച്ചപ്പോ നിന്റെ മനസ്സിൽ എന്തായിരുന്നു കടന്നു പോയതെന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡെങ്കിലും തല വെളിയിൽ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ശ്വാസം എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഈ രീതിയിൽ നമ്മള് എന്റെ ഒറ്റൊരു ചിന്ത അത് ഗുരു അവനോട് ചോദിച്ചു, വേറെ നീ എന്തെങ്കിലും ചിന്തിച്ചു? ഇല്ല, ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് ഇത്രയും സമയത്ത് എന്റെ മനസ്സിലുണ്ടായ ചിന്ത എങ്ങനെയെങ്കിലും ശ്വാസം അകത്തേക്ക് എങ്ങനെ എടുക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എങ്ങനെ എനിക്ക് മുന്നോട്ട് ജീവിക്കാം, ഞാൻ ജീവിക്കുമോ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, നമ്മൾ നമ്മുടെ ഈ കഥ മോറൽ അല്ലെങ്കിൽ ഒരു ഗുണം പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചിന്തയായിട്ട് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ അതിലേക്കുള്ള ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ അവസാന ശ്വാസം എടുക്കാനുള്ള ആ ഒരു രീതിയിലുള്ള അവസാന ശ്വാസം എന്നല്ല, ആ അവസാന ശ്വാസം നിലക്കാതിരിക്കാനുള്ള നമ്മൾ എന്താണോ നമ്മുടെ ചിന്ത, ആ രീതിയിൽ അത്രയും തീഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഓക്കെ, കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഡൈവേർട്ട് ആയി പോകുന്നത്, നമ്മൾ ഈവൻ എസ്പെഷ്യലി നമ്മളെല്ലാവരും ഈ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ശ്രദ്ധ വഴിതിരിഞ്ഞു പോവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഈ രീതിയിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് ആരോഗ്യകരമായിട്ട് ബയോമാഗ്നറ്റിസത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെല്ലാം, നമ്മുടെ ഈ ലോകത്തിലെല്ലാം ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. ഈ ബയോമാഗ്നറ്റിസം എന്ന് നിലയ്ക്കുന്നുവോ അന്ന് നമ്മുടെ ജീവൻ അവസാനിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ബയോമാഗ്നറ്റിസത്തിന്റെ കഴിവിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം നീട്ടിക്കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാന്നല്ല, അതിന്റെ യഥാർത്ഥ പരിപൂർണമായ അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തി ജീവിക്കാം എന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കുറെ ക്ലാസ്സുകളിലൊക്കെ കേട്ടതാണ് എന്താണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഉള്ള ഒരു ശക്തിയാണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്, കാന്തികത എന്ന് പറയുന്നത്. അത് ജീവനുള്ള വസ്തുക്കളിലാവുമ്പോഴാണ് അത് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാൻ ഇതിനെ ഒരു 4 പാർട്ടായിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ദ ഫൗണ്ടേഷൻ ഓഫ് ലോഞ്ചിവിറ്റി. ലോഞ്ചിവിറ്റി എന്നാൽ നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ ഒരു എറ്റേണൽ അവസ്ഥ. നമ്മുടെ ആരോഗ്യം മീൻസ് നമ്മുടെ ലൈഫ് സ്പാനിനെ നീട്ടിക്കൊണ്ടുപോകുന്ന, ലൈഫ് സ്പാനിനെ അങ്ങേയറ്റം എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. ലോഞ്ചിവിറ്റിയെ കുറിച്ച് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലോഞ്ചിവിറ്റി എന്നുള്ളത്? നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആയുസ് നീട്ടിയെടുക്കുക എന്നുള്ളതാണ് ലോഞ്ചിവിറ്റിയെ കുറിച്ച് ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ലോഞ്ചിവിറ്റിയെ കുറിച്ച് ഒരുപാട് പഠനങ്ങളും ഒരുപാട് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഞാനും രമേശ് മാഷും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് 150 വയസ്സ് വരെ, 120 വയസ്സ് വരെ, 100 വയസ്സിൽ കൂടുതൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുമെന്നൊക്കെ. അവിടെ നമ്മൾ സയൻസിനെ ഉപയോഗിച്ച് നമ്മുടെ ചില ടെസ്റ്റുകളൊക്കെ നടത്തി നമുക്ക് വരാനുള്ള അസുഖങ്ങളും, നമുക്ക് നിലവിൽ സാധ്യതയുള്ള അസുഖങ്ങളും, എന്താണ് നമ്മൾ അസുഖങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള ചില ട്രിഗറിങ് പോയിന്റ്സും ഒക്കെ കണ്ടുപിടിച്ച് അതിനെയൊക്കെ നമുക്ക് പരിഹരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചില സയൻസ്, ചില പഠനങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എസ്പെഷ്യലി നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനം എന്ന് പറയുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത്. അതോടനുബന്ധിച്ച് മറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ വളരെ സമതുലിതമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കും ഈ പറയുന്ന 150 വയസ്സോ 120 വയസ്സോ ഒന്നും ഒരു വിഷയമല്ല എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഫൗണ്ടേഷൻ ഓഫ് ലോഞ്ചിവിറ്റി. The human body's biomagnetism means the human body's hidden language.
Now, every cell in your body carries an electromagnetic charge. Your health, energy, and lifespan depend on how well those signals are balanced and maintained. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, നമുക്കറിയാം നമ്മുടെ കോശങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തെ മൊത്തം കാണുന്നു. അതിന് നമ്മൾ ഒന്ന് പാർട്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് കോശങ്ങളാവുന്നു. കോശങ്ങൾക്ക് ശേഷം അതിനകത്തുള്ള ഏറ്റവും അവസാനം നമ്മളിലേക്ക് എത്തുന്നത് നമുക്കറിയാം ന്യൂട്രോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണും അതുപോലെ പ്രോട്ടോണും ഇലക്ട്രോണും. ഇതാണ് അവസ്ഥ. ന്യൂക്ലിയസ് മീൻസ് നമ്മുടെ അണു ലെവൽ എന്ന് പറയുന്നത്, ആറ്റം ലെവൽ എന്ന് പറയുന്നത് ന്യൂട്രോൺസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ചേർന്നതാണ് എന്നാണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ആറ്റംസിനെ ചലിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിസമാണ്. അതായത് ലോകത്തിൽ ഏത് രീതിയിലാണ് ഒരു ഇലക്ട്രിക് പ്രവാഹം, ഒരു ഇലക്ട്രിക് കറണ്ട് പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും കാന്തികത ഉണ്ടാവും എന്നുള്ളതാണ് സയൻസ് തെളിയിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് രണ്ടും ഒന്നിനൊന്ന്, കാരണം ഞാൻ പറഞ്ഞു കറണ്ട് ഉണ്ടാവുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ മീൻസ് ഇതിനെ രണ്ടിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഓക്കെ, സോ അപ്പോ നമ്മുടെ കോശങ്ങളുടെ ശരീരത്തിലെ ആറ്റം, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ആറ്റത്തെ ചലിപ്പിക്കുന്നത് ഈ പറയുന്ന മാഗ്നറ്റിസം ആണ്, ഇലക്ട്രിക് പവർ ആണ്. നമ്മുടെ ശരീരത്തിൽ ഇതുണ്ട് എന്നുള്ളൊരു ഉദാഹരണം ഞാൻ ഈ പറയുന്ന പോലെ ആ ഒരു പവറിനെ നമ്മുടെ ചില മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പ്രാക്ടിക്കലി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് എങ്ങനെ, ആ ബയോമാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തിയിട്ട് കൊണ്ടുപോകുന്നത്, ചലിപ്പിക്കുന്നത്. ഓക്കെ, at a cellular level the body communicates through bioelectric pulses, disrupting these signals in the root cause of most chronic illness. അതായത് നമുക്കുണ്ടാവുന്ന അസുഖങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത് ഈ വരുന്ന ബയോമാഗ്നറ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ബയോ ഇലക്ട്രിക് പൾസസിൽ ഉണ്ടാവുന്ന ഡിസ്റപ്ഷൻ, തടസ്സങ്ങളാണ് നമുക്കുണ്ടാവുന്ന അസുഖങ്ങളുടെ കാരണം എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഹിഡൻ ലാംഗ്വേജ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ലോഞ്ചിവിറ്റി. നമുക്കൊക്കെ അസാധാരണം എന്ന് തോന്നാവുന്ന ലോഞ്ചിവിറ്റി, നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടുവാനുള്ള പ്രോസസ് അഥവാ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹിഡൻ ലാംഗ്വേജ്, ഈ ഗുപ്തമായിട്ടുള്ള ഭാഷ, നമ്മുടെ ശാരീരിക ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ചലനത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ബയോമാഗ്നറ്റിസത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. പ്രായം കൂടിയ ആൾക്കാർ, എസ്പെഷ്യലി നമ്മുടെ മുന്നിൽ തന്നെ വളരെ ജീവിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്ന നമ്മുടെ സ്ക്രീനിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം, ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബാബുവേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ സലീം സാറ്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉളിക്കൽ ബിജു ബിസാറിന്റെ അങ്ങനെ നമ്മുടെ കുട്ടിച്ചേട്ടനൊക്കെ പോലെയുള്ള ആൾക്കാര് 70-75 വയസ്സില് നമ്മയൊക്കെ തോൽപ്പിക്കുന്ന എനർജിയോടുകൂടെ നമ്മുടെയൊക്കെ ഇടയിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. മുൻപേയുള്ള അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ യുവാക്കൾ, ഞാൻ ഈ ഇതിനകത്ത് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ മൊത്തം ടോട്ടലി ഒരു നിരാശാജനകമായിട്ട് ജീവിക്കുന്നു. എന്താണ് കാരണം എന്ന് പറയാം. സോ മോഡേൺ ലൈഫ് മീൻസ് സ്ട്രെസ്, പുവർ ഡയറ്റ്, എൻവയറമെന്റൽ ടോക്സിൻസ് ആൻഡ് സെഡൻഡറി ഹാബിറ്റ്സ്. അതായത് ആധുനിക ജീവിതം എന്ന് പറയുന്നത് സ്ട്രെസ്, ടോട്ടൽ സ്ട്രെസ്, ടെൻഷൻ, എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും സ്ട്രെസ്സാണ്. ഇനി ഒരു സ്ട്രെസ് ഇല്ലെങ്കിലും സ്ട്രെസ് ഇല്ലാത്ത കൊണ്ടുള്ള സ്ട്രെസ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ എന്താണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. എങ്കിൽ കൂടെ നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ്സാണ് നമുക്കുള്ളത്. പിന്നെ ഭക്ഷണ രീതി, പുവർ ഡയറ്റ്, എൻവയറമെന്റൽ ടോക്സിൻസ്, അതായത് പ്രകൃതിയിലുള്ള വിഷലിപ്തമായിട്ടുള്ള അവസ്ഥ. ഓക്കെ,
പിന്നെ എന്താണ് പ്രകൃതിയിലുള്ള വിഷലിപ്തമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചുറ്റും റേഡിയേഷൻ എന്ന് പറയുന്ന പല രീതിയിലുള്ള വികിരണങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പല രീതിയിലുള്ള റേഡിയോ വികിരണങ്ങൾ നമ്മളെ ശരീരത്തെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെയൊക്കെ സന്തത സഹചാരിയായ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളൊക്കെ നമ്മുടെ ഒരു ഈവൻ എന്താ പറയേണ്ടത്, നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിലും മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാൻ മറക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോ അതിനകത്ത് വരുന്ന ടോക്സിസിറ്റി, പിന്നെ സെഡൻഡറി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നിർജ്ജീവമായിട്ടുള്ള ഒരു ജീവിതം, എന്തോ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസും ഇല്ല, എന്നും ഒരേ റൂട്ടീൻ. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. ഇത് ഈ രീതിയിലുള്ള ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഇലക്ട്രോ മാഗ്നറ്റിക് ബാലൻസിനെ ദോഷകരമായിട്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മോഡേൺ ശൈലി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വേറെ രീതിയിലുള്ള രാവിലെ എഴുന്നേൽക്കുക, അതിരാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ടുള്ള ചില എക്സസൈസുകളോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതചര്യകളോ ഒന്നും ചെയ്യുന്നില്ല. ഉടൻ എഴുന്നേക്കുന്ന ഉടൻ തന്നെ മാഷ എന്നും ക്ലാസ്സിൽ നമ്മളോട് പറയുന്നത് പോലെ എഴുന്നേക്കുന്നു, ആദ്യം തന്നെ നമ്മൾ തുറന്നു നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ തുറന്ന് വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ വരും, പല രീതിയിലുള്ള മറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നീട് നമ്മുടെ ജീവിതം മൊത്തം അന്നത്തെ ദിവസം മുഴുവൻ ചീത്തയാക്കി മാറ്റുന്ന ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ മോഡേൺ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പഴയ ആൾക്കാര് അവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? അവരുടെ ജീവിതചര്യ എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുന്നു, അവരുടെ മതപരമായിട്ടുള്ള ആ രീതിയിൽ വളരെ ചിട്ടയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഹിന്ദുസ് ആണെങ്കിൽ രാവിലെ ഒന്നുകിൽ അടുത്തുള്ള അമ്പലത്തിൽ പോകുന്നു, അതല്ലെങ്കിൽ പണ്ടൊക്കെ ഈ പറയുന്ന സ്ത്രീകളാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ വേദങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നത് ഭർത്തൃമതികളായ ഭാര്യമാര് രാവിലെ എഴുന്നേറ്റ് സ്വന്തം ഭർത്താവിന്റെ കാൽപാദം തൊട്ട് വന്നിച്ച്, അല്ലെങ്കിൽ ഈവൻ പണ്ട് പിന്നെ പായലാണ് കിടക്കുന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, ഈവൻ ആണെങ്കിൽ തന്നെ ഭൂമിയിൽ സ്വന്തം കാൽപാദം പതിപ്പിക്കുന്നതിന് മുന്നേ ഭൂമിയോട് എന്റെ പാദം അങ്ങയുടെ അമ്മയുടെ മേൽ ഞാൻ പതിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വന്തം ഭർത്താവിന്റെ കാല് തൊട്ട് തലയിൽ വെച്ച് നേരെ കുളിമുറിയിൽ പോയി കുളിച്ച് അതിനുശേഷം ഭക്ഷണം തുളസിത്തറ ഉണ്ടെങ്കിൽ ആ തുളസിത്തറയെ വലം വെച്ച് വെള്ളം വെച്ച് അതിനുശേഷം അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. മറ്റു മതങ്ങളിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ രാവിലെ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എഴുന്നേറ്റ് ഈ രീതിയിലുള്ള പ്രാർത്ഥനകളും പള്ളിയിൽ പോക്കും എല്ലാം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒന്ന് ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സ്വപ്നങ്ങളിലോ അല്ല വല്ല പഴയ സിനിമകളിലോ മാത്രം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മള് ഈവൻ ഈ പറയുന്ന തുളസിത്തറയെ വലം വെക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ആ നാച്ചുറൽ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻറ്റയർലി നമ്മളെ ബാധിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കാന്തികത എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളെ ചലിപ്പിക്കുന്ന നമ്മുടെ ആറ്റംസിനെ ചലിപ്പിക്കുന്ന ഈ ഒരു ബയോമാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിസ്റപ്ഷൻ ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മളൊക്കെ രോഗികളായിട്ട് മാറുന്നത്, നമ്മുടെ ജീവിതം മൊത്തം മാറുന്നതും എന്ന് പറയുന്നത്. അപ്പോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള നിയമങ്ങളും സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥകളും പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, then the contrast is stark. Two people decades apart in age, yet the younger appear older. ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് പ്രായമായിട്ടുള്ളവര് വളരെ ആക്റ്റീവായിട്ടും പ്രായം കുറഞ്ഞവര് പ്രായം കൂടിയവരായിട്ടും മാറും. ലൈഫ് സ്റ്റൈൽ ഡിറ്റർമൈൻസ് ബയോളജിക്കൽ ഏജ് ഫാർ മോർ ദാൻ ക്രോണോളജി. അതായത് പ്രായക്രമത്തിനപ്പുറം നമ്മുടെ ജീവിതശൈലി നമ്മുടെ ബയോളജിക്കൽ ഏജിനെ നമ്മൾ തീരുമാനിക്കുന്നത്
നമ്മുടെ പ്രായക്രമത്തിനപ്പുറം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ ഈ രീതിയിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നഗ്നമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയാം. ഓക്കെ, അതായത് അപ്പൊ ഇനി ബയോമാഗ്നറ്റിസം എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 1990 അതായത് യഥാർത്ഥത്തിൽ ബയോമാഗ്നറ്റിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെയൊക്കെ ജനങ്ങളിലേക്കൊക്കെ ആളുടെ ഇടയിലേക്ക് വന്നത് ആക്ച്വലി ശരിക്കും പറയുന്നത് 1963 ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ലോകം പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് സയൻസിന്റെയും അതുപോലെ സാഹചര്യത്തിന്റെയും ഒക്കെ അഭാവം മൂലം 1970 കുറച്ച് പഠനങ്ങൾ ഉണ്ടായെങ്കിലും കൂടെ 1990 യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇൻ 1990s മെക്സിക്കൻ ഫിസിഷ്യൻ ഡോക്ടർ ഐസക് ഗോയ്സ് ഡ്യൂറാൻ made a breakthrough discovery. Paired magnetic fields applied to specific body points could restore pH balance and neutralize disease causing pathogens. അതായത് 1990 മെക്സിക്കൻ ഫിസിഷ്യനായ ഡോക്ടർ ഐസക് ഗോയ്സ് ഡ്യൂറാൻ ഒരു ബയോമാഗ്നറ്റിസത്തിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. അതായത് പെയർഡ് മാഗ്നറ്റിക് ഫീൽഡ് അദ്ദേഹം അപ്ലൈ ചെയ്തു. അതായത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു ഫീൽഡ് മനുഷ്യ ശരീരത്തിൽ ഇദ്ദേഹം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ pH ബാലൻസ് കുറച്ച് അസുഖം കുറക്കാനുള്ള ഒരു വഴി ഇദ്ദേഹം കണ്ടെത്തി. ഹിസ് ബയോമാഗ്നറ്റിക് പെയർ തെറാപ്പി മാപ്ഡ് ഓവർ 350 precise body points corresponding to specific illness, offering a non-invasive path to healing the conventional medicine had overlooked for decades. അതായത് വർഷങ്ങളായിട്ട് ട്രഡീഷണൽ ചികിത്സാ രീതികൾക്ക് മാറ്റാൻ പറ്റാത്ത പല അസുഖങ്ങളും എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ കണ്ടുപിടിക്കുക ഉണ്ടായി. 1988 ഇദ്ദേഹം ഇതിന്റെ പ്രാഥമിക പഠനങ്ങൾ നടത്തി. 1990 ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തു. ഇന്ന് ഏകദേശം 40-ലധികം രാജ്യങ്ങളിൽ ഈ മാഗ്നറ്റിക് തെറാപ്പി നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ മാഗ്നറ്റിസത്തിന്റെ ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാർട്ട് 2 എങ്ങനെയാണ് ബയോമാഗ്നറ്റിസം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഓരോ അവയവത്തിലും ബയോമാഗ്നറ്റിസത്തിന്റെ പ്രാധാന്യം നോക്കാം. ബയോമാഗ്നറ്റിസം helps neutralize pathogens affecting the liver and strengthens immunity. ഓക്കെ, അപ്പൊ ലിവറിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ ബയോമാഗ്നറ്റിസം വർക്ക് ചെയ്യുന്നു. എങ്ങനെ? ബയോമാഗ്നറ്റിസത്തില് ഈ പറയുന്ന പോസിറ്റീവും നെഗറ്റീവിനെയും ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പാരിങ്. നമ്മളൊക്കെ ഈ പറയുന്ന ഇതൊക്കെ വളരെ ഡീപ്പർ സെൻസിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ സിംപ്ലി നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മാട്രസ് പാഡിനകത്ത് ഈ രീതിയിലുള്ള ഒരു കോമ്പോസിഷൻ ആണ്, ഈ രീതിയിലുള്ള ഒരു എന്താ പറയാ, അതിനെ അടുക്കിയിരിക്കുന്നത്, അതിലെ മാഗ്നറ്റുകളെ അടുക്കിയിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവിനെയും ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് മാട്രസിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി അതിന്റെ ആ ഒരു സംഭവം പ്രോപ്പർ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അലൈൻമെന്റ് എങ്ങനെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു, അതാണ് ആക്ച്വലി മാഗ്നറ്റിക് പാരിങ്. അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ കിഡ്നി ആൻഡ് നമ്മുടെ യൂറിനറി ബ്ലാഡർ എൻഹാൻസസ് എലിമിനേഷൻ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്. അതായത് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അവയവമാണ്. നമ്മുടെ ത്വക്കിനെ, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്കിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമുക്ക് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ, നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ആൾക്കാര്, ഡയാലിസിസ് പോകെ ആളെ മനസ്സിലാവാത്ത രീതിയിൽ കളറൊക്കെ മാറി വളരെയധികം ആളെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ മാറിയതായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവാം.
അത് കൂടാതെ തന്നെ ശരീരത്തിൽ വളരെ വലിയ അസ്വസ്ഥത. കാര്യം ശരീരത്തിന്റെ ജലത്തെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സാധനമാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിഡ്നിയുടെ പ്രവർത്തനം നമുക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. ഓക്കെ, സോ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നത് അതിനകത്തുള്ള ഈ പറയുന്ന ഈ രീതിയിലുള്ള നമ്മുടെ ബയോമാഗ്നറ്റിക് പാരിംഗ് ആണ്. ഓക്കെ, ദെൻ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി, നമ്മുടെ തലച്ചോറിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മുടെ ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് എന്ന് പറഞ്ഞത്. റെഗുലേറ്റ്സ് endocrine system, hormones and overall homeostasis, supports mental clarity, sleep and stress balance. Okay, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചാടി കയറി വരുന്നുണ്ടാവാം. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഉറങ്ങുന്നു എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് ഈ പറയുന്ന ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറിയെയും നമ്മുടെ ബയോമാഗ്നറ്റിക് പാരിംഗ് എഫക്ട് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഈ മാഗ്നറ്റിനകത്ത് നോർത്ത് പോൾ റെപ്രസെന്റ്സ് ആൽക്കലിനിറ്റി, ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഓക്സിജനേറ്റിംഗ് എഫക്ട്സ്. അതായത് നോർത്ത് പോള് ശരിക്കും നമ്മൾ ഉള്ള ക്ഷാര ഗുണത്തെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി, അതായത് ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഇതിന്റെ നോർത്ത് പോൾ ചെയ്യുന്നത്. അതുപോലെ ശരീര പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജനേഷൻ നടത്തുന്നതും എന്താണ്, നോർത്ത് പോൾ ആണ്. സൗത്ത് പോൾ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ്സ് അസിഡിറ്റി, ആന്റി മൈക്രോബിയൽ ആൻഡ് സെഡേറ്റിംഗ് എഫക്ട്സ്. ഓക്കെ, നമ്മുടെ ഉറക്കത്തിനെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള ആന്റി മൈക്രോബിയൽ, അതായത് അണുക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് സൗത്ത് പോൾ ആണ്. മാഗ്നറ്റിക് പാരിംഗ് എന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് എനർജി ദാറ്റ് ബാലൻസസ് pH, എലിമിനേറ്റ്സ് പാത്തോജൻസ് ആൻഡ് റീസ്റ്റോർസ് ഹെൽത്ത്. അപ്പോ ഈ നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും പ്രോപ്പർ പാരിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്താണ്, ആ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് എനർജി നമ്മുടെ ശരീരത്തിലുള്ള pH ബാലൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ശരീരത്തിലുള്ള അണുക്കളെ കുറക്കുന്നു. ആ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമ്മുടെ ബയോമാഗ്നറ്റിസം സഹായിക്കുന്നു. ബയോമാഗ്നറ്റിസം തെറാപ്പി uses medium intensity magnets placed at precise body points called biomagnetic pairs to neutralize acidity, alkalinity and disease causing microorganism. Each pair creates a closed electromagnetic circuit and restores cellular equilibrium within minutes. അതായത് ബയോമാഗ്നറ്റിക് തെറാപ്പി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് മീഡിയം ഇന്റൻസിറ്റി മാഗ്നറ്റ്സ് ആണ്. അതായത് വളരെയധികം ശക്തി കൂടിയ കാന്തം അല്ല ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നിയോഡൈമിയം മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബയോമാഗ്നറ്റ് ആണ്. എന്നാൽ അതിതീവ്രമായിട്ടുള്ളതല്ല. അതിനെ പ്രോപ്പറായി പ്ലേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റില് തെറാപ്പിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ന്യൂട്രലൈസ് അസിഡിറ്റി, അമ്ലത കുറക്കുന്നു, ആൽക്കലിനിറ്റി, അതുപോലെ ക്ഷാര ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നു. ആ രീതിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സെല്ലുലാർ ഇക്വാലിബ്രിയം വിതിൻ മിനിറ്റ്സ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുടക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ ഹെൽത്തി ആക്കി മാറ്റാൻ ഈ ഇലക്ട്രോമാഗ്നറ്റിക് പാരിംഗ് വഴി സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, ഞാൻ എന്റെ ബുദ്ധിയിൽ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല ഇത്. നമ്മുടെ പേപ്പേഴ്സും അതുപോലെ തന്നെ ജേർണൽസും മറ്റു ബുക്കുകളും ഒക്കെ പരിശോധിച്ച് അതിൻ്റെ അകത്ത് എടുക്കുന്ന ഡാറ്റകളാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയും, ഈവൻ നമ്മൾ ഡോക്ടേഴ്സും ഒക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അസുഖം കൂടുമ്പോൾ മിക്കവാറും 90% കേസസിലും നമ്മുടെ ശരീരത്തിലുള്ള ആസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഈവൻ ഇപ്പൊ ഞാനൊരു പാദരോഗ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയാം. വെരിക്കോസ് വെയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ശരീരം ഈ
അവസ്ഥയെ ഈ ഒരു ആസിഡ് ലെവൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കാലുകളിൽ ഉണ്ടാവുന്ന വെരിക്കോസ് വെയിനെ പൊട്ടിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രോഗികൾ വരുമ്പോൾ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എവിടെയും തട്ടിയിട്ടില്ല, മുട്ടിയിട്ടില്ല, ഇത് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇതങ്ങ് പൊട്ടുകയാണ് ചെയ്യുന്നത്. സോ അത് ശരീരം ചെയ്യുന്ന ഒരുതരം ആസിഡ് ബാലൻസ് ആണ്. അപ്പൊ ഈവൻ നമ്മളൊക്കെ ഈ പറയുന്ന വരുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുക്കുന്ന പല ടാബ്ലറ്റ്സിലും ഇതിനകത്ത് ഈ അസിഡിറ്റി കുറച്ച് ആൽക്കലിനിറ്റി കൂട്ടാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കാൻ പറയുന്ന ഭക്ഷണങ്ങളും നമ്മുടെ ആൽക്കലൈൻ അവസ്ഥ കൂട്ടാനുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദ pH ബാലൻസ് ദ സീക്രട്ട് ഓഫ് ലോഞ്ചിവിറ്റി. യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതലായിട്ട് ജീവിക്കാൻ, നമ്മുടെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ അസിഡിക് ആയിട്ടോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടോ നിലനിർത്തുക അല്ല വേണ്ടത്. ബാലൻസ് ചെയ്യേണ്ട ഐഡിയൽ ഹ്യൂമൻ ബാലൻസ് 7.4 എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അത് ആസിഡും അല്ല ആൽക്കലൈനും അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തെ ഒരു 7 to 7.4 എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിലനിർത്തിയാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല എന്നുള്ള. സോ ഈ pH ബാലൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മളിക്കുന്ന ഭക്ഷണമാണെങ്കിലും നമ്മുടെ ആക്റ്റീവ് ആളാണെങ്കിലും ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. നമ്മള് ബയോമാസ് പോകുന്നതിനേക്കാൾ ഒരു ഷോർട്ട് കട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാനുള്ള ഒരൊറ്റൊരു വാക്കെന്ന് പറയുന്നത് എന്താണ്? സീക്രട്ട് ഓഫ് ലോഞ്ചിവിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ അവർ pH ലെവൽ ആസ് 7.4. എന്താണ് ഒരു സാത്വിക ജീവിതം എന്ന് പറയാം, കുറച്ച് ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ സാത്വിക ജീവിതം. ഓക്കെ, അതാണ് നമ്മുടെ ശരീരത്തിന്റെ ലോഞ്ചിവിറ്റിയെ നിലനിർത്താനുള്ള ഏറ്റവും ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാം. ഓക്കെ, റൈറ്റ്. എന്താണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോഴുള്ള ഗുണം എന്താണ്? ഡിസീസ് ത്രൈവ്സ് ഇൻ ഇംബാലൻസ് pH എൻവയൺമെന്റ്സ്. ഓക്കെ, രോഗങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ pH ബാലൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അതിന്റെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. പാത്തജൻസ്, വൈറസ് ആൻഡ് ഫംഗി ഡിപ്പെൻഡ് ഓൺ acidic or high alkaline pockets. To survive and replicate, biomagnetism eliminates those micro environments at source, starving harmful organism of the biomechanical conditions they need without drugs, without side effects, without disrupting healthy tissue. Okay, so പ്രോപ്പർ ആയിട്ടുള്ള ബയോമാഗ്നറ്റിക് ആക്ഷൻസ്, ബയോമാഗ്നറ്റിക് എഫക്ട് നമ്മുടെ ശരീരത്തിലെ ഈ പറയുന്ന രീതിയിലുള്ള ബാക്ടീരിയകളെയും വൈറസുകളെയും ഫംഗലുകളെയും എല്ലാം എന്താക്കും? അകറ്റി നിർത്തിയിട്ട് ശരീരത്തിന് ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ ഈ സെഷൻ നമ്മൾ എല്ലാവരും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാരണം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പാർട്ട് 2, ദ ലോങ് ലൈഫ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്നും ബയോമാഗ്നറ്റിസം അതിലുണ്ടാക്കുന്ന നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, നമ്മൾ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ലോങ് ലൈഫ് പ്രോട്ടോകോൾ നമ്മൾ പാലിക്കണം. എന്താണ് ഈ ലോങ് ലൈഫ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? 1, ഡെയിലി മൂവ്മെന്റ്. 2, ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ. 3, റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. 4, മൈൻഡ് സെറ്റ് ആൻഡ് സ്ട്രെസ് റിലീഫ്. 6, റെഗുലർ ബയോമാഗ്നറ്റിസം സെഷൻസ്. ഓക്കെ, ഡെയിലി മൂവ്മെന്റ് ഞാൻ പറഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസ് നമ്മുടെ ശരീരത്തെ എന്നും ഒരേ രീതിയിൽ ചലിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ശരീരത്തെ വിവിധ രീതിയിൽ നമ്മൾ ചലിപ്പിക്കണം. എക്സസൈസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു സംഭവമാണ്. The 5 pillars of magnetic wellness. ഓക്കെ, കാന്തിക സൗഖ്യത്തിന്റെ 5 മേജർ തൂണുകളാണ്, ആണിക്കല്ലുകളാണ്, മൂലക്കല്ലുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളുടെ പല കാരണം എന്ന് പറയുന്നത് പല രീതിയിലുള്ള നീർക്കെട്ടുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാവുന്ന സമയത്ത്, രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആദ്യം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ആ ഭാഗം എന്തിനാണ്? ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം ആദ്യം വീർത്ത് തടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ വീക്കം കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെളുത്ത രക്താണുക്കൾ, അതായത് രോഗാണുക്കളോട് പൊരുതുന്ന വെളുത്ത രക്താണുക്കൾക്ക് സിഗ്നൽ കിട്ടുകയും അവരവിടെ കൂട്ടം കൂടി വന്ന് തടിച്ച് അവർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. സോ അപ്പൊ
ഈ വീക്കം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അസുഖം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അകത്തും ഇതുപോലുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള വെളുത്ത രക്താണുക്കൾ അവിടേക്ക് വരാനുള്ള, അവർക്ക് കൂടുതൽ പണിയെടുക്കാനുള്ള ഒരു അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രീഷൻ എന്നുകൊണ്ട് ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാം. റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ്, സ്ലീപ്പിനെ കുറിച്ച് രമേശ് മാഷ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. സ്ലീപ്പ് സൈക്കിള് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. 5 സൈക്കിളുകളുണ്ട്. നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങണം എന്നൊക്കെ നമ്മളോട് എല്ലാവർക്കും നമുക്ക് പറഞ്ഞതാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ നമ്മൾ പാലിക്കണം. നെക്സ്റ്റ് വൺ, മൈൻഡ് സെറ്റ് ആൻഡ് സ്ട്രെസ് റിലീഫ്. അതായത് നമ്മൾ എല്ലാവരും പറയും നമ്മൾ സ്ട്രെസ് ഒഴിവാക്കണം, നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കണം എന്നൊക്കെ. പക്ഷേ മൈൻഡ് സെറ്റും ഈ പറയുന്ന സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ബാലൻസിങ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുതിയിട്ടാ എനിക്ക് ഇന്ന് മനസ്സമാധാനം മാത്രം മതി എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പൊ മറ്റ് കാര്യങ്ങളെ കൂടെ നമ്മൾ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഈ പറയുന്ന പ്രോപ്പറായിട്ട് ഉറങ്ങണം. നമുക്ക് ഈവൻ നമ്മുടെ വയറിനെ ചീത്തയാക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ മനസ്സമാധാനം പോകും. ഓക്കെ, രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് കാൽമുട്ട് വേദനയോ നടുവേദനയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ മനസ്സമാധാനം പോകും. അപ്പോ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള മറ്റ് സൈക്കിളുകളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു രീതി പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും. ഇൻകം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. കാര്യം വളരെ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും മനസ്സമാധാനം കിട്ടില്ല. അപ്പോ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഈ പറയുന്ന സാമ്പത്തിക സമാധാനവും നമുക്ക് കിട്ടും, നമ്മുടെ ആരോഗ്യവും പ്രോപ്പർ ആയിരിക്കും. നോ പ്രോബ്ലം. ഓക്കെ, 5ാമത്തെ കാര്യം, റെഗുലർ ബയോമാഗ്നറ്റിസം സെഷൻസ്. മുന്നേയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബയോമാഗ്നറ്റിസം പ്രോപ്പർ ആയിട്ട് നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രോപ്പർ ലൈഫ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് അടുത്ത് നമ്മൾ ജീവിക്കണം. സോ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് പറയാം നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ വേറൊരു മറ്റൊരു വാക്കും നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, so lasting health requires more than one interventions. Biomagnetism works best as part a holistic daily practice, each pillar amplifying the effects of the others in the virtuous cycle of renewal. Okay, നമ്മുടെ ജീവിതത്തിന്റെ പുനരുജ്ജീവനത്തിനും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിനും നമ്മൾ ഈ 5 പില്ലർ വളരെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നമുക്ക് ലോഞ്ചിവിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, റിയൽ പീപ്പിൾ, റിയൽ ട്രാൻസ്ഫോർമേഷൻസ്. പേഷ്യൻസ് സഫറിംഗ് ഫ്രം ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം, ലൈം ഡിസീസ്, ഫൈബ്രോമയാൾജിയ, ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആൻഡ് ലോങ് ടേം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഹാവ് റിപ്പോർട്ടഡ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ്സ് ആഫ്റ്റർ കൺസിസ്റ്റ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ഓക്കെ, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ക്രോണിക് ഫാറ്റിക്, ക്ഷീണം, ലൈം ഡിസീസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫൈബ്രോമയാൾജിയ എന്നാൽ ഒരു കാരണമില്ലാത്ത പല വേദനകളിലും എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ മലയാളം. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടാവില്ല, അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുന്നതിനെയാണ് നമ്മുടെ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ തിരിഞ്ഞുകുത്തി അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലോങ് ടേം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ റിപ്പോർട്ട് ഡ്രമാറ്റിക് ചേഞ്ചസ്. ഓക്കെ, ഒരുപാട് ചേഞ്ചസ് നമുക്കറിയാം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ബയോമാഗ്നറ്റിസം ഉണ്ടാക്കിയ ചേഞ്ചസിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സോ കഥയോ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അതിന്റെ ഉപയോക്താക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സുകളുടെ ഉപയോഗം നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയാൽ നമുക്കറിയാം. Common outcomes include reduced pain, sharper mental clarity, better digestion, deeper sleep, and renewed sense of emotional well-being, transformations that conventional medicine had failed to prove after years of treatment. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതായത് സയൻസ് പറയുന്നത് കൺവെൻഷണൽ ട്രീറ്റ്മെന്റുകൾ, അതായത് സാധാരണ രീതിയിലുള്ള പല ട്രീറ്റ്മെന്റ് മെത്തേഡ്സും പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ മാഗ്നറ്റിക് തെറാപ്പി
വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ, ഇതൊന്നും ഈ പറയുന്ന പോലെ ഞാൻ എന്റേതായിട്ടുള്ള ഒരൊറ്റ വാക്കും ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഇന്റർനെറ്റ്, നമ്മുടെ മറ്റ് ആധുനിക വിവര സാങ്കേതിക വിവര ശേഖരണ വിദ്യകളിൽ നിന്നും ശേഖരിച്ചെടുത്തിരിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ആധികാരികമായിട്ട് ഇനിയും പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാത്തതിന്റെ കാരണം ഇതിലുള്ള പഠനങ്ങളുടെ കുറവാണ്. ഓക്കെ, മറ്റ് പല ഇപ്പോ ആയുർവേദമാവട്ടെ, അലോപ്പതി ആവട്ടെ, മറ്റ് ഏത് ട്രീറ്റ്മെന്റ് ശാസ്ത്രം ചികിത്സാ ശാസ്ത്രം എടുത്താലും അതിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുകയും അതിനനുസരിച്ചുള്ള ലിറ്ററേച്ചറുകളും പേപ്പറുകളും പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അത് ഇന്ന് കൂടുതൽ വിശ്വസ്തമായി തീരുന്നത്. പക്ഷെ ഈ ഒരു സാധനത്തിന് ശക്തിയുണ്ട്, പവർ ഉണ്ട്, പക്ഷെ അത് ജനങ്ങളുടെ മുന്നിലേക്ക്, ലോകത്തിന് മുന്നിലേക്ക് എത്താതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പഠനത്തിന്റെ കുറവാണ്, ലാക്ക് ഓഫ് സ്റ്റഡിയാണ്. ഓക്കെ, ഇതൊക്കെ റിസർച്ചസ് റെഡ്യൂസ്ഡ് ഇൻഫർമേഷൻ, ഇമ്മ്യൂൺ റെസ്പോൺസ്, സ്ലീപ്പ് ക്വാളിറ്റി, സെല്ലുലാർ എനർജി, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പഠനങ്ങളും പേപ്പേഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലും എല്ലാം ഈ പറയുന്ന മാഗ്നറ്റിക് തെറാപ്പി, അതുപോലെ മാഗ്നറ്റിക് പ്രോഡക്ട്സ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ പാർട്ട് 4, യുവർ ലോഞ്ചിവിറ്റി ആക്ഷൻ പ്ലാൻ. നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ ഫൈൻഡ് എ സർട്ടിഫൈഡ് ബയോമാഗ്നറ്റിസം പ്രാക്ടീഷണർ നിയർ യു. ഓക്കെ, സോ അതെന്തായാലും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ബയോമാഗ്നറ്റിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ സൈക്കിളുകൾ, നമ്മുടെ ലൈഫ് സൈക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ 5 പില്ലറുകളെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, ദെൻ ഉറക്കം, മൈൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കുക. ദെൻ അതിനുശേഷം ബയോമാഗ്നറ്റിസത്തെ, നമ്മുടെ ശരീരത്തിന്റെ ബയോമാഗ്നറ്റിസം പ്രോപ്പറായിട്ട് നിലനിർത്തി നമ്മൾ ഒരു 150 വയസ്സ് വരെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സമയം ഒത്തിരി ആയി കഴിഞ്ഞു. ഒരു 5 മുതൽ 10 മിനിറ്റ് നമുക്ക് ഇനി ഒരു എന്തെങ്കിലും ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ടെങ്കിൽ. ഓക്കെ, 6:50. ഓക്കെ, ഒരു 10-15 മിനിറ്റ് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോ മുഴുവൻ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വരിക. ആ പറയുന്ന നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തുന്ന ബയോമാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നിലനിർത്തുക. 100%, 150%, 200% നമുക്ക് 150 വയസ്സ് വരെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നുള്ളതിൽ ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലിവ് ലോങ്, ലിവ് വെൽ, ലിവ് മാഗ്നറ്റിക്കലി. ഓവർ ടു MC ഫോർ ക്വസ്റ്റ്യൻസ്. സെഷൻ വളരെ എല്ലാവർക്കും എത്രത്തോളം അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റവും നല്ലൊരു താങ്ക്സ് തന്നെ നമ്മുടെ KBCയുടെ പേരിൽ സാറിന് തരികയാണ്. അപ്പം സാറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സാറുമായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവരും തന്നെ മുന്നോട്ട് കടന്നു വരിക. എന്താ പറയാ, നമുക്ക് മോഡേൺ സയൻസും അതുപോലെ തന്നെ മോഡേൺ മെഡിസിനും അലോപ്പതിയും ആയുർവേദവും ഒക്കെ ഇങ്ങനെ നമ്മളെ ഒരിക്കലും അംഗീകരിക്കുന്ന രീതിയിലേക്ക് അവർ വരുന്നില്ല. പക്ഷെ ആ രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലും വരണം. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു എന്ന് സാറ് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യങ്ങളിലേക്കും വരണം. നമ്മളതിന്റെ ഒരു അവയർനെസിന്റെ വാഹകരായിട്ട് മാറണം എന്നിപ്പോ തോന്നുകയാണ്. 100%. കേൾക്കാൻ പറഞ്ഞോളൂ. ഫൗണ്ടേഷൻ ജീവിക്കുകയാണല്ലോ സാറ് പറഞ്ഞായിരുന്നു. അതെ, അത് വളരെ വ്യക്തമായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല, അതായത് ജേക്കബ് സാർ പറഞ്ഞ പോലെ 150 വർഷം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏത് കോലത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവാറുള്ളത്, വേണോന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അതിന്റെ പകുതിയെങ്കിലും കിട്ടി. ബാവട ഇന്നത്തെ ഇല്ല, നമ്മളത് വളരെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ നമ്മൾ ഡെയിലി മനുഷ്യ ജീവിതം കാണുന്നതുകൊണ്ട് 150 വയസ്സ് ഒരു പ്രശ്നമല്ല. കാര്യം ഞാൻ ആക്സിഡന്റലി ഇന്നലെ വന്ന എന്റെ ഒരു പേഷ്യന്റ് 85 വയസ്സുണ്ട്. 85 വയസ്സ്, ജസ്റ്റ് ഒരു വെരിക്കോസ് വെയിൻ അൾസറുമായിട്ട് വന്ന ഒരു ലേഡിയാണ്. ഞാൻ സ്വാഭാവികമായിട്ടും അവരുടെ ടോട്ടലി നമ്മൾ പ്രൈമറി ചെയ്യുന്ന ബ്ലഡ് ചെക്കുകൾ ചെയ്തപ്പോ ഞാൻ അന്തം വിട്ടുപോയി. വെച്ചാൽ ഏതെങ്കിലും ഈ 85 വയസ്സായിട്ടും
ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ ഒരു കുഴപ്പമില്ല. അതായത് ടോട്ടൽ കൗണ്ട് 4200, 4200. അതായത് നമ്മുടെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 4000 മുതൽ 10,000 വരെ ഇരിക്കുമ്പോൾ അവരുടെ കൗണ്ട് 4200. ബാക്കി ക്രിയാറ്റിൻ 0.8, ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും 85 വയസ്സ്. നേരെ മറിച്ചിട്ട് അത് ഇന്നലെ തന്നെ ഒരു 38 വയസ്സുള്ള ഒരുത്തന്റെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അവനോട് ദേഷ്യം കാരണമാണ്, സോറി. ആ പയ്യന്റെ പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ ഞാൻ അന്തം വിട്ടു. ഇതിന്റെ നേരെ വിപരീതം റിക്കോർഡിക്കലി ഞാൻ പറയാം. അപ്പം അതില് ഈ പറയുന്ന പഴയ നമ്മുടെ ആ ജീവിതം അല്ലെ ആ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ്. ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലോഞ്ചിവിറ്റിയുടെ അടിസ്ഥാനം. ഐ ആം ഡോക്ടർ PM രാജു. ഡോക്ടർ സുമേഷിന്റെ നല്ല സെക്ഷൻ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ക്ലാരിഫിക്കേഷൻ. അതായത് നമ്മള് എല്ലാവരും നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മള് ഭൂമിയുമായിട്ട് നേച്ചറുമായിട്ട് ഇപ്പം കൂടുതൽ പേരും ടച്ച് ഇല്ലാതാണ് ജീവിക്കുന്നത്. അതെ. എന്നാൽ ബയോട്ടിക് തെറാപ്പി നമ്മളിപ്പം യൂസ് ചെയ്തു, അവരുമായിട്ട് ഒരു പരിധി വരെ ജീവിക്കുന്നു. എന്നാൽ ഇപ്പൊ നമ്മള് ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. പെരയ്ക്കകത്താണ് കൂടുതൽ, ഭൂമിയുമായിട്ട് ബന്ധമില്ല. പക്ഷെ ചിലവർക്ക് വലിയ അസുഖമൊന്നുമില്ല, അവർ നല്ലപോലെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. അതിന്റെ റീസൺ എന്താ? അവർ ബയോമാഗ്നറ്റിക് തെറാപ്പി, നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്യുന്നില്ല. അതിന്റെ റീസൺ എന്താ? അതായത് ചെരുപ്പിട്ട് ആൾക്കാർ നടക്കുന്നു, അവര് ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നില്ല, എന്നാൽ കൂടെ അവര് നന്നായിട്ട് ജീവിക്കുന്നു. ഇതാണ് സാറിന്റെ ചോദ്യം. അതെ. ഓക്കെ. അതായത് സാർ കേൾക്കുമല്ലോ അല്ലേ? അവരുടെ നേച്ചറിന്റെ മാഗ്നറ്റിസം അവരുടെ ബോഡിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? വിത്തൗട്ട് ടച്ചിങ് അവരുടെ ഭൂമിയുമായിട്ട് ടച്ച് ഇല്ല. ഓക്കെ. നമ്മൾ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് സാറിന്റെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരം കിടക്കുന്നു. അതായത് നമുക്കറിയാം എവറി ഹ്യൂമൻ ബോഡി, നമ്മുടെ ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയും വ്യത്യസ്തമാണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ചില ശരീരങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് ഈ പറയുന്നതല്ല, ബൈ ബർത്ത് അവരുടെ ഹെറിഡിറ്ററി ആവാം, മറ്റു രീതിയിലാവാം, അവർക്ക് അത്തരത്തിൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ബൈ ബർത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. സോ അവരുടെ ഹെറിഡിറ്ററി ആണ് അതിനകത്ത്. അവർ നടന്നിട്ടില്ലെങ്കിൽ കൂടെ അവരുടെ പിന്മുറക്കാർ അത്തരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ജീനിന്റെ ഒരു കണിക അദ്ദേഹത്തിന്റെ ശരീരത്തിലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ദ പവർ. ക്ലിയർ? ഈ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ എർത്ത് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റിസം. വിത്തൗട്ട് മാഗ്നറ്റിസം നോ ലൈഫ്. മാഗ്നറ്റിസം ഇല്ലെങ്കിൽ ഒരു ജീവൻ ഇല്ല. സോ ഞാനും പറഞ്ഞത് ഇത്രയും സമയം ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിലാണ് നമ്മളെല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ആ മാഗ്നറ്റിസം നമ്മുടെ ബോഡിയിലെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ സഫീഷ്യന്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയോടെറിയം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്, കാല് ചെരുപ്പില്ലാതെ നടന്നാൽ അതിനെക്കാട്ടി കൂടുതൽ മാഗ്നറ്റിസം റിക്വയർഡ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ ഭൂമിയിൽ നിന്ന് എപ്പോഴും മാഗ്നറ്റിസം പുറപ്പെടുന്നുണ്ട്. അതിനോട്ടാണ് നമ്മുടെ ജീവൻ ഈ ലോകത്ത് തുടിക്കൊണ്ട് നടക്കുന്നത്. അതാണ് എന്റെ വേർഷൻ. ക്ലിയർ 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 ക്ലിയർ. ഞാൻ സാർ ഒരു വേർഷൻ പറഞ്ഞു, ഞാൻ ഒരു വേർഷൻ പറഞ്ഞു. ഹലോ സാർ. താങ്ക് യു സാർ, താങ്ക് യു രാജു സാർ. നമ്മൾ കുറെ ആയി സംസാരിച്ചിട്ട് ഇടയ്ക്കൊന്ന് വിളിക്കണം. നല്ല സ്പീച്ച് ആയിരുന്നു. ഓക്കെ സാർ, ഓക്കെ. പറയൂ മാഡം, പറയൂ. സാറേ, എന്റെ നമുക്ക് ഈ മസ്കുലർ ഡിസ്ട്രോഫിയാ. നമ്മൾ ഇതിന്റെ വെള്ളം കുടിക്കുന്നുണ്ട്. അത് ബെഡ് ഇപ്പൊ പുതിയ ബെഡ് മേടിച്ച് അതിന് കിടക്കുന്നുണ്ട്. റിസൾട്ട് ആയിട്ട് കാണുന്നില്ല സാർ. എത്രയായിട്ട് ഇത് ഉപയോഗിക്കുന്നു? ഇത് കുറച്ചാണ്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ അടുത്തതായിട്ട് 8 മാസം കൊണ്ട്. അതല്ല കിടക്കുന്നത്. പക്ഷെ തിരിഞ്ഞം പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ഒറ്റ കിടപ്പായിരുന്നു. ഇപ്പൊ തിരിയാൻ പിരിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ. അപ്പം നമ്മൾ അതൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലേ? അപ്പൊ മാറ്റം ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ചില അസുഖങ്ങൾ ഡിപ്പെൻസ്. മാഡം ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. നമ്മള് ഓരോ അസുഖത്തിനും ഓരോ സ്വഭാവമാണ്. ചിലത് വളരെ പെട്ടെന്നുള്ള റിസൾട്ടുകൾ നമുക്ക് തരും, ചിലത് കുറച്ച് പ്രൊലോങ് ആയിട്ടുള്ള ഉപയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ.
കാര്യം ഞാൻ നമ്മുടെ ഈ സ്ലൈഡ്സിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിതീവ്രമായിട്ടുള്ള ഒരു കാന്തികതയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ഒരു ശേഷിക്ക് ഒരു പരിധിയുണ്ട്. അപ്പൊ ചില അസുഖങ്ങൾക്ക് അതിന്റെ ഒരു എഫക്ട് വരാനായിട്ട് ശരീരത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ ഏതായാലും ഇപ്പൊ മാഡം പറഞ്ഞതിന്റെ അകത്ത് മനസ്സിലാവുന്നത് ഈ ഒരു 8 മാസത്തെ ഉപയോഗം കൊണ്ട് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും വളരെ പോസിറ്റീവായിട്ട് കൃത്യമായിട്ട് നന്നായിട്ട് കുറച്ചു കാലം കൂടെ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. 100% റിസൾട്ട് എന്തായാലും കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ്, മിനീഷ് ആണ്. മിനീഷ് പറയൂ. മിനീഷ്, ഗുഡ് മോർണിംഗ്. ഈ സെഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾ പറയുന്ന പോലെ രാവിലെ 5 മണിക്ക് എണീറ്റ് നടക്കാനും ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാനൊക്കെ എന്നെ പോലെ പലർക്കും ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവും. ഇതേ തന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാല് ഒരു പമ്പിങ് നടക്കും. ഓക്കെ, എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് 150 വയസ്സ് വരെ ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് നമുക്കറിയാം. നേരത്തെ ജേക്കബ് സാറും ബാബു സാറും പറഞ്ഞതുപോലെ അത്രയൊക്കെ വേണമെന്നുള്ള ഒരു തോന്നലൊക്കെ വന്നല്ലോ അവർക്ക്. അല്ല, അതെന്താ കാര്യം, എന്തായാലും മിനിഷ് ഇത്രേ ഉള്ളൂ. അത് എന്തായാലും അടുത്ത വീട്ടിലാള് 150 വയസ്സ് വരെ ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ 200 വരെ എന്നുള്ള കാര്യം എന്തായാലും ചിന്തിക്കും, നമ്മുടെ നാച്ചുറൽ സ്റ്റൈൽ വെച്ചിട്ട്. അതെ, നിലവിലുള്ള ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എന്തായാലും ഒരു 110 ഒക്കെ കടക്കുക എന്തായാലും ഇവരൊക്കെ. ക്ലിയർ. അപ്പൊ 150 എന്തായാലും ആഗ്രഹിക്കും. അതെ, നമ്മുടെ ബോഡിയില് പല സ്വഭാവമുള്ള സെൽസ്, ഒരുപാട് ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് സെൽസ് ഉണ്ട്. ചില സെൽസിന്റെ ചില ഓർഗൻസിലെ തന്നെ ആ സെൽസ് ഒരിക്കൽ ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ബോഡിയിലെ പല രീതിയിലുള്ള സെൽസ് കൊണ്ടാണ് നമ്മുടെ ബോഡി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചില സെൽസ് ഒരിക്കൽ അത് ഡീജനറേറ്റഡ് ആയാല് അത് റീജനറേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പാർഷ്യലായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ബയോട്ടോറി യൂസ് ചെയ്താലും ഫുൾ 100% റിസൾട്ട് കിട്ടാത്തതിന്റെ ഒരു കുഴപ്പമില്ല. ഈ ബയോട്ടറി ചെയ്യുന്നത് അതായത് ബാക്കി ബാലൻസ് നല്ല കേടാത്ത സെൽസിനെ നല്ലതുപോലെ സംരക്ഷിക്കും. എന്നാൽ ഓൾറെഡി ഡെത്ത് ആയി ഫങ്ഷൻ ഇല്ലാത്ത സെൽസിനെ അത് റീജനറേറ്റ് ചെയ്യാൻ ഒരു മാഗ്നറ്റിക് തെറാപ്പി കൊണ്ടും സാധ്യമല്ല. അതാണ് ഡയബറ്റിക്കിന്റെ പാങ്ക്രിയാസിന്റെ അകത്ത് ബീറ്റാ സെൽസ്, കോടാനുകോടി ബീറ്റാ സെൽസ് ഉണ്ട്. അത് വൺസ് ഡീജനറേറ്റഡ് വിൽ നോട്ട് ബി റീജനറേറ്റഡ്. പാങ്ക്രിയാസിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ആ ഡയബറ്റിക് നല്ല രീതിയിൽ ഫുള്ളായിട്ട് വരാത്ത. എന്നാൽ കേടാകാതിരിക്കുന്ന സെൽസിനെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കും നമ്മുടെ ഈ മാഗ്നറ്റിക് തെറാപ്പി. അതുപോലെ തന്നെ കണ്ണിനെ ആണെങ്കിലും ഈ മസ്കുലർ അട്രോഫിയിൽ അതിന്റെ ജെനറ്റിക് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ജീനാണ്. അപ്പൊ അത് ഓൾറെഡി സബ്സൈഡ് ഫങ്ഷൻലെസ് ആയിട്ട് കിടക്കുന്ന. അപ്പോൾ ആ സെൽസിന് റീജനറേറ്റീവ് കപ്പാസിറ്റി കൊടുക്കാനായിട്ട് ഒന്നിനെ കൊണ്ടും സാധ്യമല്ല. അതാണ് നമ്മുടെ ഈ ബയോട്ടറി യൂസ് ചെയ്താലും ചില അസുഖങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടാറില്ലാത്തതിന്റെ കാര്യം, ഒരു റീസൺ അതാണ്. ഓക്കെ കേട്ടില്ല സാറേ. MNT എന്ന് പറഞ്ഞിട്ടൊരു അസുഖം, MNT ഈ സൈഡ് അങ്ങനെ വൺ സൈഡും മറ്റേ നാവെല്ലാം അങ്ങനെ തളർന്നു പോണ ഒരു അസുഖമാണ്. അപ്പൊ അതിന് അലോപ്പതിയിൽ മരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മള് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരോടായിട്ട് ഞാൻ പറയാണ്, നമ്മൾ ഇന്ന അസുഖത്തിന് കൊടുക്കാമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഓരോ പേഷ്യൻസിനെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാജു സാർ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഓരോ അസുഖങ്ങളും നമുക്ക് പല രീതിയിലാണ്, പല വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. നിങ്ങൾ ഈ പറയുന്ന MN മീൻസ് ഈ ഒരു പർട്ടിക്കുലർ അസുഖം അല്ലാതെ അദ്ദേഹത്തിന് മറ്റ് അവസ്ഥകളും കൂടി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പർട്ടിക്കുലർ പേഷ്യൻസിന്റെ ഒരു ഡീറ്റെയിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ പരിശോധിച്ചിട്ട് നമുക്ക് എന്താണ് കാര്യം എന്നുള്ള കാര്യം പറഞ്ഞു തരാനായിട്ട് കഴിയും. ഓക്കെ, സാറേ ഷാജഹാൻ പറയൂ സാർ, പറയൂ സാറേ. ഞാനേ ചോദിക്കാൻ പോകുന്ന സാറ് ഒരു മൈനസ് ചോദ്യമായിട്ട് കാണരുത്. കാരണം സാർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ 150 വർഷമൊക്കെ ജീവിക്കാമെന്ന് സാർ പറഞ്ഞല്ലോ. അതെ, നമ്മുടെ ഭൂമിയില് മൈക്കിൾ ജാക്സൺ 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. അതെ, അദ്ദേഹം 10-20ഓളം ഡോക്ടർമാരെയും അദ്ദേഹത്തിന് എന്ത് കഴിക്കണം എന്നുവരെയൊക്കെ തീരുമാനിക്കാൻ പ്രത്യേക വിങ്ങൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് 50ഓ 70ഓട്ടേ കിടക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊന്ന് പറയുന്നത്?
അദ്ദേഹം 10-20 ഡോക്ടർമാരെയൊക്കെ വെച്ചിട്ട് ആ ഡോക്ടർമാർ പറഞ്ഞ പോലെ ജീവിച്ചില്ല. അത് തന്നെയാണ് കാരണം. ഡോക്ടർമാരെ വെച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, അവര് പറയുന്ന പോലെ ജീവിക്കണ്ടേ. മൈക്കിൾ ജാക്സൺ, ഞാന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിങ്ങൾ പേഴ്സണലി എടുത്ത് പഠിച്ചാൽ മതി, എങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന്. ഒപ്പം മനസ്സിലാവും. ഓക്കെ ഓക്കെ സർ, അത് ഞാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെ ഇത്ര ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ 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 സർ, താങ്ക് യു. ഓക്കെ ഡോക്ടറെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സലീം സാർ, പറയൂ. ഞാൻ പാസ്റ്റർ സ്കറിയ തോമസ് ആണ്. ഓക്കെ സ്കറിയ സാർ. സാറിന്റെ ഡോക്ടറെ ക്ലാസ് അതിമനോഹരമായിരുന്നു. ഞാനൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് ഈ 150 വയസ്സെന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തിയില്ല. കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ആദമിന്റെ വയസ്സ് 930 വയസ്സായിരുന്നു. ഗുഡ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ 150 അല്ല, 200 അല്ല, ചിലപ്പോ 2000 വരെ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ സർ, ഞാന് നമ്മളൊരു 150 വയസ്സ് വരെ ഞാനതൊരു എക്സാജറേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു ആകാംക്ഷാഭരിതമായിട്ടൊരു കാര്യം. നമ്മള് 150 വയസ്സ് വരെ എന്നല്ല, യഥാർത്ഥത്തിൽ അതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ആയുസോട് മീൻസ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അസുഖങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാന് നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ചില ഉമ്മമാരുടെ ഒക്കെ ഞാൻ പറയാറുണ്ട്, അതായത് പഠിച്ചോ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടതിന്റെ അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചു പോകണം. അല്ലാതെ കൈയില്ലാതെ കാലില്ലാതെ വിരലില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചോദിക്കും, ഞാൻ ഇതെല്ലാം തന്നിട്ടല്ലേ വിട്ടേ, നീ ഇത് പിന്നെ അവിടെ എന്തിനാ ഇട്ടിട്ട് വന്നേന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ചിലപ്പോൾ തമാശക്ക് ഞാൻ അവരോട് പറയാറുണ്ട്. അതുപോലെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നമ്മുടെ ദിനചര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് അസുഖങ്ങളില്ലാതെ പരമാവധി കാലം നമ്മൾ മുന്നോട്ട് പോവുക. അത് 150 ആവട്ടെ, 200 ആവട്ടെ, 100 ആവട്ടെ, ആ ഒരു നമ്പറിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ഐഡിയയിൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് നീങ്ങുക. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. സൂസമ്മ മാഡം പറയൂ. ഞാന് ഒരു പേഷ്യന്റ് അല്ല, ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓവറിയൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു, മെറീന എന്ന് പറഞ്ഞൊരു സാധനം വെച്ചു, അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഒക്കുമോ, അത് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ഇതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. ഡോക്ടർ തിരക്കായിരുന്നായിരിക്കും, മറുപടി ഒന്നും വന്നില്ല. പിന്നെ ഞാൻ ChatGPT നോക്കിയപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അവരോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വല്ല കുഴപ്പം വരുമോ? അതൊരു ഈ പറയുന്ന പോലെ അതൊരു എന്താ പറയുക, ഒരു ഡ്രഗ് ഇലൂട്ടിങ് ഒരു ഇംപ്ലാന്റ് ആണ് നിങ്ങൾ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. അതിനെ കൊണ്ട് നമുക്ക് വേറെ കാരണം വെച്ചാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷന് ഒരിക്കലും അതിന്റെ പ്രവാഹശേഷി കൂട്ടില്ല. പ്രവഹിക്കുന്ന രീതി അതിന്റെ സ്വഭാവത്തിനെ പ്രോപ്പറാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അത് കാരണം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സംസാരിച്ചോട്ടെ? സലീം സാർ അല്ല, ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഷാജി എന്ന് പറയുന്ന ആളാണ്. പെരുമ്പാവൂരടുത്ത് കോടനാട് എന്ന് പറയും. ഓക്കെ സാർ, നമ്മൾ തമ്മിൽ നേരെ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ സാറിന്റെ ക്ലാസ്, ഞാൻ ചെറിയ രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടു, വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ്. നമുക്ക് പിന്നീട് ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാവുന്ന ഒരുപാട് പോയിന്റ് സാറിൽ നിന്ന് കിട്ടി. അപ്പൊ ഇവിടെ 1-2 തർക്ക വിഷയങ്ങൾ പോലെ 1-2 പേര് ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ, പ്രകൃതിയിൽ കാല് വെച്ച് ജീവിച്ചാൽ നമുക്ക് ആയുസ് കൂടും എന്ന കാര്യം തർക്കമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ പറയാം. എൻ്റെ അമ്മ 101-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 2 വർഷമായിട്ടുള്ള മരിച്ചിട്ട്. എൻ്റെ അച്ഛൻ 89 വയസ്സിൽ മരിച്ചിരുന്നു. പക്ഷെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചെരുപ്പിടുന്ന ആളായിരുന്നു. അമ്മ ജീവിതത്തിൽ ഒരിക്കലും ചെരുപ്പിട്ടിട്ടില്ല. 101 വയസ്സ് വരെ ജീവിച്ചിരുന്ന അമ്മ 28 ദിവസം മാത്രമാണ് ജീവിതത്തിൽ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ, അതായത് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവരും ചെരുപ്പിട്ടിട്ടില്ല. പക്ഷെ ഞാൻ 16-ാമത്തെ വയസ്സിൽ ചെരുപ്പിട്ട് തുടങ്ങിയ ആളാണ്. ഇപ്പം 59 വയസ്സുണ്ട്. പക്ഷെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. കൃത്യമായ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും സ്കൂളിൽ ഞാൻ കുറച്ച് നാൾ കോച്ചായി വർക്ക് ചെയ്ത ആളാണ്.
വ്യായാമങ്ങൾ കറക്റ്റായി ചെയ്യാറുണ്ട്. അമിതമായ ഭക്ഷണങ്ങൾ, നോൺ വെജ് കഴിക്കാറില്ല, മീൻ മാത്രമാണ് അധികം കഴിക്കാറ്, ഇറച്ചി അധികം കഴിക്കാറ്, കോഴിയോ താറാവോ പന്നിയൊന്നും കഴിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ബൈപ്പാസ് ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി 2 തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 3-3.5 വർഷം ആവാൻ പോണു. ഞാൻ കഴിഞ്ഞ എൻ്റെ ക്രിയാറ്റിൻ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ 3.8 ബൈപ്പാസിന് വേണ്ടി മരുന്ന് കഴിച്ചപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് മരുന്ന് കഴിച്ചപ്പോൾ ക്രിയാറ്റിൻ 3.8 6 വർഷക്കാലം മരുന്ന് കഴിച്ചിട്ടും ക്രിയാറ്റിൻ മാറാതെ നിന്ന് എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 4-ാം മാസം എൻ്റെ ക്രിയാറ്റിൻ 2.4 7-ാം മാസം എൻ്റെ ക്രിയാറ്റിൻ നോർമൽ വന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഹാർട്ടിൻ്റെ ഒരു മെഡിസിൻസും കഴിച്ചിട്ടില്ല. അപ്പം ഞാനിത് പറഞ്ഞു വന്നു. ഇപ്പം ഇവിടെ സാറ് പറഞ്ഞു 150 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി ചോദിച്ചു മൈക്കിൾ ജാക്സനെ കുറിച്ച് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു. 20 ഡോക്ടർമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് ജീവിതം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. പക്ഷേ ക്രയോണിക് സാങ്കേതിക വിദ്യ എന്നൊരു വിദ്യ നമ്മുടെ ലോകത്ത് നടക്കാൻ വരുന്നുണ്ട്. 2040-നും 50-നിടയിൽ മരിച്ചവർക്ക് ജീവിച്ചു വരാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് 300-ലധികം പേരുടെ അമേരിക്കയിൽ ശതകോടീശ്വരന്മാരുടെ ഡെഡ് ബോഡി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. 2040-നും 50-നും ഇടയിൽ ഇന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചാൽ നമുക്ക് മരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയും എന്നാണ് ആ ടെക്നോളജി പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, നമുക്ക് പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ, നമ്മൾ നാച്ചുറലായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് ഈ പറയുന്ന ഒരു സാറ് നേരത്തെ ഡോക്ടർ PM രാജു അദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കാതെ തന്നെ ചില ആളുകൾ സുഖമായി ജീവിച്ചു പോകുന്നുണ്ട്. വീടിനകത്തും ചെരുപ്പിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെരുപ്പിടാതെ മണ്ണിൽ നടന്നാൽ ഈ എനർജി കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാധാരണക്കാരായ കുടുംബമാണ് ഞങ്ങളുടേത്. ഒരു സാധാ ഫുഡ് കഴിച്ചു കഴിയുന്ന എൻ്റെ അമ്മ 101 വയസ്സ് വരെ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയുടെ ചേച്ചി കഴിഞ്ഞ 103 വയസ്സിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കാനുള്ള കാരണം നമുക്ക് ഭൂമിയുമായിട്ടുള്ള ബന്ധമാണ്. അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷായ് സർ, താങ്ക് യു. ശരിക്കും നമ്മൾ ഈ പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയത് തന്നെയാണ് നമ്മൾ അസുഖക്കാരൻ. കാരണം നമ്മളിപ്പോ വിളിക്കുന്ന മെജോറിറ്റി അസുഖങ്ങൾ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ അല്ലെ? സോ ജീവിതശൈലി രോഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ ഇട്ടിരിക്കുന്ന പേര് തന്നെ അങ്ങനെയാണ്, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ്. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റം മൂലം നമുക്ക് വന്ന അസുഖങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു സമയം ഏകദേശം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, 7:15 ആയിട്ടുണ്ട്. അപ്പം ഏതായാലും എനിക്ക് തോന്നുന്നത് ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിനേക്കാൾ ഉപരി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. ഏതായാലും വളരെയധികം സന്തോഷം ഇത്തരം ഒരു സെഷൻ ചെയ്യാൻ കഴിഞ്ഞതിൽ. എനിക്ക് തോന്നുന്നു ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് MC പ്ലീസ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളായിട്ട് സംവദിച്ചത്. ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. നമുക്ക് എങ്ങനെ 150 വർഷം ജീവിക്കാം. ഈ പിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് റെക്കോർഡ് ആളായിരിക്കുന്നു. കാരണം എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. ഇന്ന് റെക്കോർഡ് ആളായിരിക്കുന്നു. ഞാൻ ഇന്നലെ തന്നെ പലരെയും വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് അതേപോലെ 260ഓളം പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സബ്ജക്ട് കണ്ടതുകൊണ്ടാണ് ആളുകൾ വന്നത്. അപ്പൊ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി പുതിയ പുതിയ പഠനങ്ങൾ ഇപ്പൊ നമ്മുടെ ഷാജി സാറും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മരിച്ചവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും നല്ല ഉൽപ്പന്നം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ അത് ബോഡിയിൽ എങ്ങനെ നമുക്ക് 150 അല്ലെ 200 വർഷവും ജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് തെളിവുകളോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുമേഷ് സാർ ഇവിടെ സംസാരിച്ചത്. ബിഗ് കൺഗ്രാജുലേഷൻ സാർ. കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നന്ദി താങ്കൾക്ക് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സാറിനോട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒരു പുതിയ സബ്ജക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്നത് ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്ന് തോന്നുകയാണ് എനിക്ക്. അതുകൊണ്ട് സാറിന് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ സാറിന്റെ നമ്പർ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാറായിട്ട് ഡയറക്റ്റ് ആരും വിളിക്കാൻ പാടില്ല. നിങ്ങളുടെ നമ്പേഴ്സ് നിങ്ങളുടെ ലീഡേഴ്സ് വഴി കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സാറിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. സാർ ഭയങ്കര ബിസിയുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് വിളിച്ചാരും ശല്യപ്പെടുത്താൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സാറ് സമയം പോലെ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ രാജു സാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചെരുപ്പ് ഉപയോഗത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാതെ ഇന്ന് നടക്കാൻ പറ്റില്ല അല്ലെ? നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആ ശീലമായിപ്പോയി. അതിനൊന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ചെരുപ്പ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിച്ചു ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മാഗ്നറ്റിസം ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് കാൽപാദങ്ങളിലൂടെ മാത്രമല്ല, ഈ എൻവയോൺമെന്റ് ഈ അന്തരീക്ഷത്തിലൂടെ നമുക്ക് ബോഡിയിലേക്ക് മാഗ്നറ്റിക് എനർജി പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
അന്തരീക്ഷം മുഴുവൻ അല്ലെ, ഈ അന്തരീക്ഷം മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡിലാണുള്ളത്. അന്തരീക്ഷത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് മാഗ്നറ്റിക് എനർജി വരും. പക്ഷേ അതിനെ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നുള്ള പ്രയാസം എന്ത് പറയുന്നു വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ റേഡിയേഷൻ ഫീൽഡിലാണ് നമ്മൾ താമസിക്കുന്നതാണ്. ആ റേഡിയേഷന്റെ എഫക്റ്റ് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല പല രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ റേഡിയേഷൻ ചുരുങ്ങുന്ന രീതിയിൽ മൊബൈലിന്റെ ഉപയോഗം കുറയുന്ന ആളുകൾ, അതുപോലെ തന്നെ അതുപോലുള്ള റേഡിയേഷൻ കുറക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിച്ചില്ലെങ്കിലും വീട്ടിനകത്താണെങ്കിൽ പോലും കുറേയൊക്കെ അവർക്ക് ആരോഗ്യം ഉണ്ടാവും. പക്ഷെ റേഡിയേഷൻ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ്. ഇപ്പം മൊബൈൽ റേഡിയേഷൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി റേഡിയേഷൻ ഉണ്ട്, വൈഫൈ റേഡിയേഷൻ ഉണ്ട്. ഇപ്പൊ റേഡിയേഷൻ എല്ലാം തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു കവചം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 150 വയസ്സ് വരെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് സാർ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചത്. ചില ആളുകൾക്ക് ഇത് ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് ആരോ പറയുന്നു കേട്ടോ. അതിന് റിസൾട്ട് കിട്ടിയില്ല, ഇതിന് റിസൾട്ട് കിട്ടിയില്ല. അതിന് നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ കൂടി വേണം. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഇല്ലേ, ഇങ്ങനെയുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് എല്ലാം ശരീരത്തിന് അത്യാവശ്യമുള്ളതും കൂടെ കൊടുക്കണം. വെറും മാഗ്നറ്റിക് എനർജി മാത്രം പോരാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതിന് വേണ്ടുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മളെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ ഇല്ലേ, അൾട്രാബെറി ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോർ പവർ ഉണ്ട്, ഇപ്പൊ ഇറങ്ങിയ സീബക്ത്രോൺ ഉണ്ട്, ഇനി വരാൻ വേണ്ടി പോകുന്ന ഇപ്പൊ അതും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ. നമ്മുടെ മുരിങ്ങയുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ മസിൽ പെയിനും അതുപോലത്തെ എല്ലാ ബോഡിക്ക് ഉണ്ടാകുന്ന എന്ത് അസുഖത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മോചനം നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ രണ്ടും കൂടി ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 150 അല്ല 300 വർഷവും ജീവിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവമാണ് നമ്മളെ രോഗിയാക്കുന്നതും രോഗമില്ലാതാക്കുന്നതും. നമുക്ക് രോഗമില്ല പറഞ്ഞ രോഗമില്ല, അടുക്കാൻ പറ്റില്ല രോഗത്തിനെ നമുക്ക്, മനസ്സിലായ. പിന്നെ രാജു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡയബറ്റിക് ഒക്കെ ആയിട്ട് ബീറ്റാ സെല്ലൊക്കെ നശിച്ചു പോയത് രണ്ടാമത് ബിൽഡ് ചെയ്ത് വരാൻ വളരെ പ്രയാസമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ രോഗിയാകുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കൂ അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റ് എന്തിനാ പറയുന്നത്, ഇവിടെ രോഗികൾ കുറവാണ്, രോഗമില്ലാത്ത ആളുകളല്ലേ കൂടുതൽ അല്ലെ. 5% രോഗികളും 95% രോഗമില്ലാത്ത ആളുകളാണ്. അപ്പൊ രോഗം വരാതിരിക്കാൻ ഈ രാജു സാർ പറഞ്ഞ് ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ. ചില സെല്ലുകൾ രണ്ടാമത് റീജനറേറ്റ് ചെയ്യില്ല, ബ്രെയിനിലെ സെല്ലൊന്നും റീജനറേറ്റ് ചെയ്യില്ല. അപ്പൊ ചില സെല്ലുകൾ ഡാമേജ് ആയാൽ അത് റീജനറേറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർ സുമേഷ് സാർ പറഞ്ഞ രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്ന മിറാക്കിൾ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ എന്ന് എല്ലാവർക്കും ഇന്ന് ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് നമ്മുടെ സുമേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതേ രീതിയിൽ ഓരോ ദിവസവും ഓരോ സുപ്രഭാതങ്ങളും ധന്യമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ നമ്മുടെ ഈ 6 AM ക്ലബിൽ അറ്റൻഡ് ചെയ്യണമെന്ന് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ. കാരണം നമുക്ക് പുതിയ പുതിയ അറിവുകളില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മളിവിടെ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യമൊക്കെ ഡോക്ടർ സുമേഷ് സാർ കൂടെ പറഞ്ഞു, ഇതെല്ലാം ഉപയോഗിച്ചാലും നമ്മൾ എക്കണോമിക്കലി പ്രോബ്ലം ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും ഇല്ലെ. സാമ്പത്തിക പ്രശ്നം വന്നാൽ ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പൊ അതിനും കൂടി നല്ലൊരു റെമഡി നമ്മുടെ ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചത് ഷെയർ ചെയ്താൽ മതി. വേറെ ഇവിടെ അത്ഭുതങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ടുകൾ സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം കാണിച്ചാൽ അതിനും ഒരു ശാശ്വത പരിഹാരം കിട്ടുന്ന നമ്പർ 1 വേൾഡിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ് ബയോട്ടോറിയം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിന് ഒരാൾക്കും തള്ളി പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്രയും റിസൾട്ട് കിട്ടിയ ഷാജി സാറിനല്ലേ ഹാർട്ട് അറ്റാക്ക് വന്ന അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു, കുടുംബത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞു ഇല്ലേ. ഷാജി സാറിന് ഇതിന് തള്ളി പറയാൻ പറ്റുമോ? ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. ആർക്കും ഇതിനെ തള്ളി പറയാൻ പറ്റില്ല. അത്രയും മിറാക്കിൾ റിസൾട്ടും മിറാക്കിൾ ഇൻകവും കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഭാഗമാണ്. നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് പറഞ്ഞു നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ കോഴിക്കോട് POP ആണ്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും പരമാവധി ഗസ്റ്റുകളുമായിട്ട് പുതിയ മെമ്പേഴ്സുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുന്നോട്ട് പോകാനുള്ള ഊർജവും ആവേശവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.